ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അതിൽ അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനമായിട്ടില്ല. ജാമ്യാപേക്ഷ NIA കോടതിയിൽ ഉണ്ടെന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ തലത്തിൽ ഉന്നതതലത്തിൽ നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ്? ഇന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. പക്ഷേ ഈ വിഷയം ചർച്ചയായോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലടക്കം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് പറയുന്നത്. അവിടെ നിന്നും ഒരു അനുനയ സാധ്യത വാക്കുകൾ പോലും തുറന്നു കാണിക്കുന്നില്ല. അതിനുമപ്പുറത്തേക്ക് പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും സർക്കാരും ഭരണകൂടം തയ്യാറാകുന്നുമില്ല. വിവരങ്ങൾ സുഹൈൽ, പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ MP-മാർ ഈ വിഷയം, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുസഭകളിലും നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുസഭകളിലും അധ്യക്ഷന്മാർ അത് പരിഗണിക്കാൻ തയ്യാറായില്ല. ഈ ആവശ്യം തള്ളുകയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുമെന്ന ഉറപ്പ് കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടന്നത്. ഇന്ന് രാവിലെയാണ് വിഷ്ണുദേവ് സായ് പാർലമെന്റിൽ എത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്കായി എത്തുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നുള്ള പ്രതികരണം. നേരത്തെ അദ്ദേഹം അല്പം കൂടി കടുത്ത നിലപാടുകൾ, ഈ മതപരിവർത്തനത്തിനെതിരെ അടക്കം ഉറച്ച പ്രതികരണമാണ് നേരത്തെ അദ്ദേഹം 2 തവണയും നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഈ സർക്കാരുമായി ആശയവിനിമയം നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെയും ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക എന്നാണ് BJP ഉന്നത നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയം, കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ, കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നും ഒപ്പം തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഇത് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ധരിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഈ ആഭ്യന്തരമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ദേശീയ തലത്തിലും കേരളത്തിലും വ്യത്യസ്തമായ നിലപാടുകൾ ഈ വിഷയത്തിലുണ്ട്. കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗവുമായി അടുക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി BJP നടത്തിവരികയാണ്. പ്രധാനമന്ത്രി അടക്കം CBCI ആസ്ഥാനത്തെത്തുകയും ഒപ്പം തന്നെ ഈസ്റ്റർ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നതും കേരളം ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അതിനെയെല്ലാം തകിടം മറിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയായി ഛത്തീസ്ഗഡിലെ ഈ അറസ്റ്റ് എന്നാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ വലിയ തോതിൽ തന്നെ, അല്ലെങ്കിൽ BJPയോട് അടുത്ത ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ പോലും അകറ്റാൻ ഈ സാഹചര്യം ഇടയാക്കിയിരിക്കുന്നു. ഒപ്പം മറ്റു പാർട്ടികൾ ഇത് വലിയ തോതിൽ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നു എന്നീ കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം BJP ഈ മതപരിവർത്തനം ഒരു വിഷയമായി പ്രചാരണത്തിനായി കഴിഞ്ഞ കാലങ്ങളായി ഉപയോഗിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ 2 ഇടങ്ങളിലും ക്ഷതം സംഭവിക്കാത്ത ഒരു പരിഹാരത്തിനാണ് ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. പരിക്കേൽക്കാത്തൊരു പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. ഛത്തീസ്ഗഡ് സർക്കാരിന് അവരുടെ നിലപാടുണ്ട്, കേരളത്തിലെ BJP ഘടകത്തിന് അവരുടെ നിലപാടുണ്ട്, ഒപ്പം ദേശീയ നിലപാടും വേറെ ഘട്ടത്തിലുണ്ട്. എന്തായാലും തീരുമാനം എന്താകുമെന്ന് കണ്ടറിയാം. അതോടൊപ്പം ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമോ എന്നും നമ്മൾ കാത്തിരിക്കുന്നു.